ഓരോരുത്തരുടെ ക്ഷേത്ര ദർശനം പോലും വിവാദമാക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. രണ്ട്, പാർട്ടിയാണ് വലുത്. പാർട്ടിക്ക് അപ്പുറത്ത് ഒരു ജില്ലാ അധ്യക്ഷനോ ഒരു പ്രവർത്തകനോ ഇല്ല. രണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ സാന്നിധ്യം കൊണ്ട് 0.5% പോലും പാർട്ടിക്കൊരു ഡാമേജ് പാലക്കാട് എന്നല്ല ഒരു സ്ഥലത്തും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കാത്ത ആളാണ് ഞാൻ. പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളുകളുണ്ട്, പാർട്ടിയായി ജീവിച്ച ആളുകളുണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടി അവസാന നിമിഷം വരെ പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ ഞാൻ. അവസാനം വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകന്മാരും ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പോലും ആവാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടും ഈ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂർ നൽകാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരുള്ള പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എന്നെ വളർത്തി വലുതാക്കിയിട്ടുള്ള സംഘടന അതുതന്നെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി ആരെയാണോ നിശ്ചയിക്കുന്നത് അവരുടെ വിജയത്തിന് വേണ്ടി, ഈ കാര്യം ഞാൻ ആദ്യമായിട്ടല്ല പറയുന്നത്, ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, മാസങ്ങൾക്ക് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അവസാന നിമിഷം വരെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തിയിൽ സാധാരണക്കാരനായിട്ടുള്ള അവസാനത്തെ വരിയിലെ ഒരാൾ സ്ഥാനാർത്ഥിയായി വന്ന് നിന്നാൽ പോലും യാതൊരുവിധ ഉപേക്ഷയും കൂടാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് എന്നും മുൻപന്തിയിലുണ്ടാവും. പിന്നെ ഏതൊരു നിമിഷത്തിലും നിങ്ങൾ ചാനലുകാരോടോ പാർട്ടിയുടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോ ഞാൻ മത്സരിക്കണമെന്ന് ഞാൻ ഈ നിമിഷം വരെ എൻ്റെ ബൂത്ത് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിങ്ങൾ വ്യാപകമായി വാർത്ത കൊടുത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അടുത്ത ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. അവർക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് സ്വയം തീരുമാനമെടുത്ത ആളാണ് ഞാനെന്നുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ് എന്നുള്ളത് പാർട്ടിയുടെ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തിപരമായി തീരുമാനമെടുത്തിട്ടുള്ള ആളാണ്.